ഇന്നാണ് ആമിക്ക് ഡോക്ടറിനെ കാണേണ്ട ദിവസം. ചിലപ്പോൾ ഇന്ന് തന്നെ അഡ്മിറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ആമിക്ക് വലിയ ടെൻഷനൊന്നുമില്ലെങ്കിലും കാലത്ത് മുതൽ യാദവ് ആകെ ടെൻഷനിലാണ്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ. പക്ഷേ ഉള്ളിൽ വല്ലാത്ത ഭയം, എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നത് പോലെ. ആമി റെഡിയായി യദുവിനെ കാത്ത് മുറിയിലിരിക്കുവാണ്. സാധാരണ ദിവസങ്ങളിൽ താൻ വരുമ്പോഴേക്കും അവൻ റെഡിയായി നിൽക്കാറുണ്ട്. പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് യാദവ് പുറത്തേക്ക് വന്നതും ആമി സോഫയിൽ പിടിച്ച് പതിയെ എഴുന്നേറ്റു. എന്നാൽ അപ്പോഴേക്കും യാദവ് അടുത്തേക്ക് പോയി അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു. പിന്നെ ആമിയെ തന്നോട് ചേർത്ത് പിടിച്ച് യദു പുറത്തേക്കിറങ്ങി. സേവ്യർ നേരത്തെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ യാദവ് ആമിയെ കാറിലേക്ക് കയറ്റി. അവനും കാറിലേക്ക് കയറിയപ്പോഴാണ് അവൻ്റെ ഫോണ് ശബ്ദിക്കുന്നത്. ആമിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തതും മറുപുറത്തു നിന്നുള്ള വാർത്ത കേട്ട് അവൻ്റെ മുഖം ചുവന്നു തുടുത്തു. വേഗം തന്നെ ഫോണിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ നോക്കിയതും കണ്ട കാഴ്ചയിൽ അവൻ ഞെട്ടിപ്പോയി. ഒരു ചെയറിൽ കൈയും കാലും ബന്ധിച്ചിരുത്തിയിരിക്കുന്ന മഹിചെറിയച്ചൻ. എന്നാൽ ഇതേ സമയം പകമുട്ടിയ മനസ്സുമായിരിക്കുവാണ് രഘുരാജ ഗൗഡ. അവൻ്റെ അടുത്ത് സുൽത്താനും. തൻ്റെ വലത്തെ നെഞ്ചിൽ കുത്തിക്കയറിയ കത്തിയുടെ അടയാളത്തിൽ അവൻ പകയോടെ ഒന്ന് തൊട്ടു. അവൻ്റെ കണ്ണുകൾ ചുവന്നു. വീണ്ടും തൻ്റെ ഫോണിലേക്ക് കോൾ വന്നപ്പോൾ യാദവ് ഫോൺ ചെവിയോട് ചേർത്തു. 1/2 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തിയില്ലെങ്കിൽ പിന്നെ നിന്റെ ചെറിയച്ഛന് തലയുണ്ടാവില്ല. മഹീന്ദ്രൻ്റെ തലയറുത്തെടുത്ത് രഘുരാജ ഗൗഡയുടെ കാലിനടിയിൽ സമർപ്പിക്കും ഈ സുൽത്താൻ. ഒരു പുച്ഛത്തോടെ അത് പറഞ്ഞുകൊണ്ട് ഫോണിലൂടെ യാദവിനോട് പറഞ്ഞ ശേഷം തൻ്റെ മുൻപിലിരിക്കുന്ന രഘുരാജ ഗൗഡയെ ഒന്ന് നോക്കി അയാൾ. എന്നാൽ ഇതേ സമയം അവൻ്റെ വാക്കുകൾ കേൾക്കെ യാദവിൻ്റെ മുഖത്ത് ചുവപ്പ് വർദ്ധിച്ചു. അവനോട് പറഞ്ഞേക്ക് കളിക്കുന്നത് യാദവാഗ്നയോടാണെന്ന്. എൻ്റെ ചെറിയച്ഛൻ്റെ ദേഹത്തൊരു മൺതരി വീണാൽ അവൻ ബലിയിടാൻ പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല. വേരോടെ അറുത്തെടുക്കും ഞാൻ. ഫോണിൽ കൂടി സുൽത്താനോട് അലറുമ്പോൾ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം ആമിയുടെയും സേവ്യൻ്റെയും ശ്രദ്ധ അവിടേക്ക് പോയി. എന്നാൽ അപ്പോഴേക്കും ഇത് കോള് കട്ട് ചെയ്തിരുന്നു. കാളിയാർ മഠത്തിലുള്ള ആരോടും അധികം അടുപ്പം കാണിക്കരുതില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് അവിടെയുള്ള ഓരോ അംഗങ്ങളും. തൻ്റെ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കുമ്പോൾ ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്ന മഹിചെറിയച്ചൻ്റെ ചിത്രമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. ഇതേ സമയം പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആമി. യാദവിൻ്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ആരോടോ ദേഷ്യത്തിൽ സംസാരിക്കുന്നതിൻ്റെ കൂടെ ചുവന്ന് വലിഞ്ഞു മുറുകിയിരിക്കുന്ന അവൻ്റെ മുഖം കണ്ടതും ആമിക്ക് ഭയം തോന്നി. കണ്ണുകൾ ചുവന്ന് നിൽക്കുന്ന അവൻ്റെ കൈകളിൽ ആമി പതിയെ തൻ്റെ കൈ ചേർത്ത് വെച്ചു. ഒരു നിമിഷം തല ഉയർത്തി നോക്കി അവൻ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന ആമിയെയാണ്. എന്തുപറ്റി? അവനോട് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളെ ഒരു കൈ കൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ചു. കണ്ണടച്ച് അവൻ മറുപടി കൊടുത്തു. എനിക്ക് അത്യാവശ്യമായിരുന്നു, ഒരിടം വരെ പോകണം ആമി. നീ സേവിയുടെ കൂടെ ഹോസ്പിറ്റൽ പൊക്കോ, ഞാൻ ഉടനെ എത്താം. അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പറയുമ്പോൾ അന്ന് രഘുരാജ ഗൗഡയെ കൊല്ലാത്തതിൽ അവൻ സ്വയം ദേഷ്യം തോന്നി. എന്തോ ഒരു വലിയ കാരണമില്ലാതെ യാദവ് ഇങ്ങനെ പറയില്ല എന്ന് ആമിക്ക് ഉറപ്പായിരുന്നു. കാരണം തന്നേക്കാൾ തൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ശ്രദ്ധിക്കുന്ന ആളാണ്. ഉടനെ സേവ്യറിനോട് പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി പോകുമ്പോൾ ആമി അവനെ തന്നെ നോക്കി നിന്നു. യാദവ് കാറിൽ നിന്നിറങ്ങി കുറച്ച് കഴിഞ്ഞതും മറ്റൊരു കാറ് അവന് മുൻപിൽ വന്നു നിന്നു. അതിലേക്ക് കയറി ആ കാറ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ മഹിചെറിയച്ചനായിരുന്നു. ആ കാറ് അവനെയും കൊണ്ട് പോയതൊരു പഴയ ബിൽഡിങ്ങിലാണ്. ആ പഴയ ബിൽഡിങ്ങിനകത്ത് യാദവിനെ ആക്കി സുൽത്താൻ്റെ ആളുകൾ തിരിച്ചു പോകുമ്പോൾ ആ ബിൽഡിംഗ് നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു അവൻ. പെട്ടെന്ന് അതിനകത്ത് മറ്റൊരു നിഴൽ കണ്ടതും തിരിഞ്ഞു നോക്കിയ യാദവിന് മുൻപിൽ നിൽക്കുന്ന രഘുരാജ ഗൗഡയെ ദേഷ്യത്തിൽ നോക്കിയിരുന്നു അവൻ. എന്നാൽ യദുവിനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് അവൻ്റെ മുൻപിലിട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നു. ഒപ്പം ഒരു വല്ലാത്ത പകയോടെ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചു. എന്നാൽ ഇതെല്ലാം കാണി യദുവും തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി. ആമിയെ സേവ്യറിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ടാണ് വന്നത്. അവളുടെ ഡെലിവറി എടുക്കാറായി. അവളുടെ അടുത്തെത്താൻ കഴിയാത്തതിൻ്റെ ടെൻഷൻ, കൂടെ ചെറിയച്ഛനെ ഓർത്തുള്ള വേവലാതിയും. ഇതിൻ്റെ എല്ലാം ഇടയിൽ യദുവിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ. നമ്മൾ തമ്മിലുള്ള കണക്ക് നേർക്ക് നേർക്ക് തീർക്കാം രഘുരാജ. ഇപ്പം നീ എൻ്റെ ചെറിയച്ഛനെ വെറുതെ വിട്, എനിക്ക് പോവണം. അത് കഴിഞ്ഞ് നീ പറയുന്നിടത്ത് ഞാൻ വരാം, എന്നിട്ട് തീരുമാനമെടുക്കാം. ഗൗരവത്തിൽ പറയുന്ന യാദവിനെ നോക്കി ഒന്ന് പുച്ഛിച്ചിരുന്നു രഘു. പിന്നെ തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് താഴേക്കിട്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റു.
നിന്റെ ചെറിയച്ഛനെ എവിടെ നിന്നാണോ പൊക്കിയത് അവിടെ കൊണ്ട് വിറ്റിട്ടുണ്ട്. ഇപ്പം നിനക്ക് പോകാം, പക്ഷെ നമ്മൾ ഉടനെ കാണും. അപ്പം നീ പറഞ്ഞതുപോലെ എല്ലാത്തിനും തീരുമാനമുണ്ടാക്കാം. അവനെ നോക്കി ഒരു കൗശലക്കാരൻ്റെ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും യദുവിൻ്റെ മനസ്സിൽ അപായമണി മുഴങ്ങി. ഇവിടെ നിന്ന് സമയം കളയാതെ വേഗം പോകാൻ നോക്ക്. നമ്മൾ വൈകാതെ ഇനിയും കാണും. അവൻ്റെ സംസാരത്തിൽ യാദവിൻ്റെ പുരികമൊന്ന് ചുളിഞ്ഞു. ഉടനെ ഫോണെടുത്ത് ചെറിയച്ഛനെ വിളിച്ചതും അദ്ദേഹം സേഫായി വീട്ടിലെത്തിയെന്ന് കേട്ടപ്പോൾ അവൻ സമാധാനമായി. എന്നാൽ ഉടനെ അവൻ്റെ മനസ്സിലേക്ക് വന്നത് ആമിയുടെ ചിത്രമാണ്. അവൻ്റെ ഉള്ളൊന്ന് തുടിച്ചു. രഘുരാജ ഗൗഡ വെറുതെ ഇരിക്കില്ല. പകമുറ്റിയ മനസ്സാണ്. ഹൃദയത്തിലൊരാളൽ ടെൻഷൻ. ഫോണെടുത്ത് ആമിയെ വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആരും കോൾ എടുക്കുന്നില്ല. വേഗം സേവ്യനെ വിളിച്ചെങ്കിലും ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൻ്റെ മുഖമാകെ വിയർപ്പ് പൊടിഞ്ഞു. വേഗം നടന്ന് കാറിനടുത്തേക്ക് പോകുമ്പോൾ അവൻ്റെ സംഘർഷം ആ മുഖത്ത് കാണാമായിരുന്നു. യാദവിൻ്റെ മുഖത്തെ ടെൻഷനും വെപ്രാളവും നോക്കി പകയോടെ നിൽക്കുന്ന രഘുരാജയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. അവിടെ പകയെരിഞ്ഞു, ഒപ്പം ഗൂഢമായൊരു ചിരിയും. അവൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു. നിലത്ത് രക്തം വാർന്നു കിടക്കുന്ന 2 ശരീരങ്ങൾ, ഒന്ന് ആമിയും മറ്റേത് സേവ്യറും. അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. യദുവിൻ്റെ കാർ റോഡിലൂടെ ചേറി പാഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിനുള്ളിലിരിക്കുമ്പോഴും AC-യിലും യദു വിയർത്തുകൊണ്ടിരുന്നു. ഹോസ്പിറ്റൽ മുൻപിൽ അവൻ്റെ കാറ് നിർത്തി അതിനകത്തേക്ക് ഓടിപ്പാഞ്ഞു പോകുമ്പോൾ കുറച്ചു മുൻപ് അർജുൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. റോഡിൽ രക്തം വാർന്നു കിടന്ന സേവ്യനെയും ആമിയെയും ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു എന്ന് മാത്രം. അവൻ്റെ കാല് നിലത്തുറക്കാത്തതുപോലെ, കയ്യും കാലും തളരുന്നത് പോലെ. തനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട 2 പേരാണ് ജീവൻ കയ്യിൽ പിടിച്ചു കിടക്കുന്നത്. അവൻ്റെ ഉള്ളു പുകഞ്ഞു നീറി. അപ്പോഴേക്ക് പുറത്തേക്ക് വന്ന അർജുൻ യദുവിനെ കണ്ടിരുന്നു. വല്യേട്ടാ എന്ന് വിളിച്ചടുത്തേക്ക് വരുന്ന അർജുനെ യദു ഒന്ന് നോക്കി. വിയർപ്പ് പൊടിഞ്ഞ ശരീരവും വിറയ്ക്കുന്ന കയ്യും കാലും, ചുവന്ന് കലങ്ങിയിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അപായമണി യാദവിനുള്ളിൽ മുഴങ്ങിയിരുന്നു. അവർക്ക് ആ ഒരു വാക്ക് അർജുനോട് ചോദിക്കുമ്പോൾ തന്നെ യാദവിൻ്റെ വാക്കുകളിൽ നേരിയ വിറയിൽ അർജുൻ തിരിച്ചറിഞ്ഞിരുന്നു. 2 പേരും സീരിയസ് ആണ്. സേവന് ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷേ ഏട്ടത്തി. യാദവിനോട് പറയാൻ കഴിയാതെ അർജുൻ പകുതിയിൽ നിർത്തുമ്പോൾ മറുവശത്ത് യദുവിൻ്റെ സകല നിയന്ത്രണവും വിട്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി, കാലിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ. എന്നാൽ ധൈര്യം വീണ്ടെടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആമിയും ഒത്തുള്ള സുന്ദര നിമിഷങ്ങൾ മാത്രമായിരുന്നു. ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവൻ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും. ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിലിരിക്കുവാണ് കാളിയാർ മഠത്തിലുള്ള എല്ലാവരും. കുറച്ചു മുൻപ് അർജുൻ പറഞ്ഞത് കേട്ട് ഓടി വരുമ്പോൾ ആമിക്കും സേവിക്കും ആക്സിഡൻറ്റ് പറ്റിയെന്ന് മാത്രമേ അവരോട് പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് മരണത്തിനോട് മല്ലടിച്ചു കിടക്കുന്ന 2 പേരെയാണ്. സേവ്യയുടെ തോളിലിന് താഴെയായി ഹൃദയത്തിനടുത്തായിട്ടാണ് മുറിവ്. രക്തം വാർന്ന് ബോധം പോയി അവനെ ഹോസ്പിറ്റലിലെത്തിയ ഉടനെ വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഒന്നും പറയാനായിട്ടില്ല. ഇപ്പോഴും ഐസിയുവിൽ തന്നെയാണ്. അവൻ്റെ ജീവൻ കാവൽ എന്ന പോലെ ആ ഐസിയുവിന് മുൻപിൽ കരഞ്ഞു തളർന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ലച്ചു ഇരിക്കുന്നുണ്ട്. ആമിയും ഐസിയുവിലാണ്. അവൾക്ക് പെയിൻ വന്നിട്ടില്ല എങ്കിലും നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഹൈ BP ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സത്യത്തിൽ ആമിയെയോ കുഞ്ഞുങ്ങളെയോ ഒരാളെ പോലും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പു പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഡോക്ടർമാർ. നല്ല ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞതാണ്. ഇനിയുള്ള പ്രതീക്ഷ ആമിയിലാണ്. അതും ഓപ്പറേഷൻ ചെയ്യാതെ നിവർത്തിയില്ല. കാളിയാർ മഠം മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെ മനസ്സിലും യദുവും ആമിയും മാത്രമാണ്. യദു എത്രത്തോളം ആമിയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിഞ്ഞാലുള്ള യാദവിൻ്റെ അവസ്ഥ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതുപോലെയാണ്. ആമിയെയെങ്കിലും യദുവിന് തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലിരിക്കുന്ന ജിതൻ ചെറിയച്ഛന്മാരും നടന്നു വരുന്ന യദുവിനെ കണ്ടപ്പോഴേ അറിയാതെ ചെയറിൽ നിന്നും അവർ എണീറ്റു. അവൻ്റെ മുഖത്ത് കാണുന്ന സംഘർഷവും വേദനയും കാണെ ഹൃദയം തകരുന്ന വേദന തോന്നി അവർക്ക്. പെട്ടെന്നാണ് ഐസുവിൻ്റെ കതക് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും യദു നടന്ന് അവരുടെ അടുത്തെത്തിയിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഡോക്ടറിലേക്ക് പോയി. അദ്ദേഹം യദുവിനടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. സർ, BP അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇനിയും വൈകിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടെ നഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പേപ്പർ അദ്ദേഹം യദുവിനടുത്തേക്ക് നീട്ടി.
സർ, ഞങ്ങൾക്കാർക്കും ഒരു പ്രതീക്ഷയുമില്ല. ആമിയുടെ നടുവിന് വലതുഭാഗത്തായി കത്തി കൊണ്ടൊരു കുത്തുണ്ട്. പോരാത്തത് നിലത്ത് വയറിടിച്ചതാണ് വീണത്. സോ അധികം പ്രതീക്ഷയൊന്നും വെക്കണ്ട. യദുവിനെ നോക്കി അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നു പോയതും അവൻ തളർച്ചയോടെ ആ ചെയറിലേക്കിരുന്നു. അവൻ തനിച്ചായതുപോലെ, അതിനേക്കാൾ ആമയും കുഞ്ഞുങ്ങളും തനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ. അവൻ്റെ കണ്ണുകൾ മത്സരിച്ച് നിറഞ്ഞൊഴുകി, ശരീരം വിറയ്ക്കുന്നത് പോലെ. IACയുടെ തണുപ്പിൽ നെറ്റിയിലും കഴുത്തിലും പൊടിഞ്ഞ് വിയർപ്പൊഴുകിയിറങ്ങുന്നത് പോലെ. അവൻ്റെ ഉള്ളിലെ ഭയം അവനെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു. ഒന്ന് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ആ ചെയറിലേക്ക് ചാരി കണ്ണുകളടയ്ക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവൻ ആദ്യമായി ആ മഹാദേവനെ വിളിച്ചു. അവൾക്ക് വേണ്ടി, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. മനസ്സുകൊണ്ട് 1000 ആവർത്തി ആ മഹാദേവനോട് യാചിച്ചു. അവൻ മാത്രമല്ല, ആ കാളിയാർ മഠം മുഴുവൻ. കുറച്ചു നേരത്തിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കതക് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും അതുവരെ തല താഴ്ത്തിയിരുന്നവർ അകത്തേക്ക് നോക്കി. തനിക്ക് നേരെ വരുന്ന യാദവിനെ കണ്ടപ്പോൾ ഡോക്ടർക്ക് വല്ലായ്മ തോന്നി. കാളിയാർ മഠത്തിൽ യാദവ് അഗ്നി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഖവും കനപ്പിച്ച് ആരോടും മിണ്ടാതെ ആരെയും മൈൻഡ് പോലും ചെയ്യാത്തൊരാളായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ സ്വത്തും അതിനനുസരിച്ച് ആർഭാടവും കൊണ്ട് നടക്കുന്ന ആള്. എന്നാൽ സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ ഒരു സാധാരണക്കാരൻ. ഇതിനു മുൻപ് ഇയാൾക്ക് മനസ്സാക്ഷിയില്ല എന്ന് പോലും ചിന്തിച്ച് തൻ്റെ മുൻപിൽ ഇപ്പോൾ തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനു വേണ്ടി നിസ്സഹായനായി നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല, അറിയിച്ചേ മതിയാകൂ. ഡോക്ടർ, യദുവിൻ്റെ ശബ്ദം കേട്ടതും ഡോക്ടർ തല ഉയർത്തി നോക്കി. ആമിയും കുഞ്ഞുങ്ങളും? അവൻ്റെ ശബ്ദത്തിലെ ആകുലത മനസ്സിലാക്കിയതുപോലെ ഡോക്ടർ സംസാരിച്ചു തുടങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞു. ആമി ഇപ്പോൾ ICUവിലാണ്. നാളെ റൂമിലേക്ക് മാറ്റാം. പക്ഷേ ഡോക്ടറുടെ വാക്കുകളിൽ കുളിർന്നു പോയ അവൻ്റെ മനസ്സ് ആ പക്ഷയിൽ കുടുങ്ങിക്കിടന്നു. ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമായിരുന്നു. എന്നാൽ ഒരു കുഞ്ഞിന് ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വയറ്റിൽ വെച്ച് തന്നെ പെൺകുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ആൺകുഞ്ഞിപ്പോൾ വെന്റിലേറ്ററിലാണ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല. ആ കുഞ്ഞ് ജീവിതത്തിലേക്കാണെങ്കിലും മരണത്തിലേക്കാണെങ്കിലും 24 മണിക്കൂർ കഴിയണം. ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. യാദവിൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവസാനത്തെ വാക്ക് ഡോക്ടർ പറഞ്ഞത്. കാരണം യദു ഇപ്പോൾ ആകെ തകർന്നിരിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ഈ വാർത്ത തകർത്തത് യദു എന്ന അച്ഛനെയായിരുന്നു. 10 മാസത്തെ അവൻ്റെ കാത്തിരിപ്പായിരുന്നു. ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു മറ്റുള്ളവരും. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആമയും കുഞ്ഞുങ്ങളുമൊത്തുള്ള ഒരു ജീവിതം യാദവ് സ്വപ്നം കണ്ടിരുന്നു എന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് ഈ വാർത്ത അവനെ എത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആമിയും സേവ്യരും രക്ഷപ്പെട്ടു കഴിഞ്ഞെങ്കിലും നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞ്, മരണത്തിനോട് മല്ലടിച്ചു കിടക്കുന്ന മറ്റൊരു കുഞ്ഞ്. ഇത് രണ്ടും യാദവിന് താങ്ങാൻ കഴിയാത്ത വാർത്തകളാണ്. അവനെന്ന അച്ഛൻ്റെ കഴിഞ്ഞ മാസങ്ങളിലെ ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ മിനിറ്റിൻ്റെയും കാത്തിരിപ്പ് അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഡോക്ടറിൽ നിന്നറിഞ്ഞ വാർത്തയുടെ ആഘാതത്തിൽ പകച്ചു നിൽക്കുന്നവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആശ്വസിപ്പിക്കാനും കഴിയാതെ എല്ലാവരും നോക്കി നിന്നു. യദുവിൻ്റെ അവസ്ഥ കണ്ട ജിതൻ ചെറിയച്ഛൻ തൻ്റെ ഹൃദയം ആരോ കല്ലുകൊണ്ടടിച്ച വേദനയായിരുന്നു. ഡോക്ടർ തന്നെ കടന്നു പോകുന്നത് പോലും അറിയാതെ കേട്ട വാർത്തയുടെ ആഘാതത്തിൽ കുറച്ചു നേരം യദു അങ്ങനെ തന്നെ നിന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് ജിതൻ ചെറിയച്ഛൻ അവൻ്റെ തോളിൽ കൈവച്ചതും ഇനിയൊന്നും കേൾക്കാൻ കഴിയില്ല എന്ന പോലെ അവിടെയുള്ള ചെയറിലേക്ക് അവൻ അങ്ങേയറ്റം വേദനയോടെ തളർന്നിരുന്നു. എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം അവൻ്റെ ശരീരത്തിനും മനസ്സിനും ഇല്ലാത്തതുപോലെ. ചുവരിലേക്ക് ചാരി കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ്റെ ഇരു കൺകോണിലൂടെയും കണ്ണുനീര് മത്സരിച്ചൊഴുകിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം പുഞ്ചിരിച്ചുകൊണ്ട് കൊച്ചരിപ്പല്ല് കാണിച്ചുകൊണ്ട് അച്ഛ എന്ന് കണ്ണ് ചെമ്മി വിളിക്കുന്നൊരു പെൺകുഞ്ഞിൻ്റെ ചിത്രം അവൻ്റെ മനസ്സിലേക്ക് വന്നതും അവൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതെ അലറിക്കൊണ്ടവൻ തൻ്റെ മുടിയിൽ കൈകോർത്ത് വലിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഉറക്കെ വീണ്ടും വീണ്ടും അലറിക്കൊണ്ടിരുന്നു.